അങ്ങനെ ഇതാ ഞങ്ങളുടെ ഈവനിങ് വ്ലോഗിൻ്റെ പാർട്ട് 2 ആട്ടോ. ഷുട്ട് ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ അവളെ ഞാൻ എഴുന്നേൽപ്പിച്ചതാണ്. പിന്നെ എഴുന്നേറ്റ് കണ്ണ് തുറന്ന പാടെ അവൾ വെള്ളമാണ് കണ്ടത്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഒരുപാട് കുട്ടികളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പിന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ചാട്ടം ചെറുതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനൊന്ന് മടിച്ചു വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ എക്സ്ട്രാ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇറക്കണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അവൾ ഇറങ്ങാനുള്ളൊരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്കങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ അപ്പം തന്നെ വെള്ളത്തിലേക്ക് ഇറക്കി അവളെ. പിന്നെ ഭയങ്കര ശക്തിയായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് കാലിനടിക്കുമ്പോൾ ആൾക്ക് ചെറിയ പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ സേഫായിരുന്നു. ആക്ച്വലി ഭയങ്കര അങ്ങോട്ടേക്കൊന്നും പോയില്ല. ചെറിയ വെള്ളം വരുന്ന സ്ഥലത്ത് നിന്ന് അവളിങ്ങനെ കാലിട്ട് കളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും പിന്നെ കുറേ സമയം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വെള്ളവും ബീച്ചും ഒക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചു. ആക്ച്വലി ഹസ്ബൻഡ് ഷൂസ് ഇട്ട് വന്നതുകൊണ്ട് തന്നെ മൂപ്പർക്ക് വിചാരിച്ച പോലെ അങ്ങ് ഇറങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടം മൂപ്പർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഇതിനായിട്ട് തന്നെ ഫുൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വരണം എന്നാണ് ആൾ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ സണ്ണൊക്കെ സെറ്റാവാറായി ഏകദേശം. ഷുട്ടു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഓട്ടവും ചാട്ടവും കളിയും ഒക്കെ ആയിരുന്നു. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ കുറേ കുട്ടികൾ അവിടെ കിടന്നും ഇരുന്നും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം മൂപ്പർക്ക് ഇരിക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അതത്ര അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചില്ല. കണ്ടില്ലേ, ഇതാ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല മൂപ്പർക്ക്. പിന്നെ ആകാശത്തുനിന്ന് കുറേ പട്ടവും എന്താ പറയുക പരുന്തും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അതുമൊക്കെ കുറേ നേരം നോക്കി നിന്നു. വരുന്നേ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അവൾ അതിങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ അവളുടേതായ ഒരു ലോകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞ് ആണ് പൊക്കി എടുത്തുകൊണ്ട് പോയത് വണ്ടിയിലേക്ക്. ആക്ച്വലി ഞങ്ങൾ പിന്നെ വണ്ടിയിലിരുന്ന് ബാക്കി സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അധികം കടൽക്കാറ്റടിക്കുമ്പം എവിടെന്നാണെന്നറിയില്ല ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും തലവേദന എന്ന് പറയുന്ന സംഭവം. അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്നതിനനുസരിച്ച് മൂപ്പർ കൂടി കൂടി വരികയും ചെയ്യും. ഷുട്ടൂർ പിന്നെ എവിടെ പോയാലും ഫ്രണ്ട്സാണല്ലോ. അവളിത് അവിടെ ഒരു കൊച്ചിനെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമോ ഈ സാധനം? നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കഴിച്ചിരുന്ന ഒരു സംഭവമാണ്. ഇതിന് ആക്ച്വലി എന്താണ് പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തൊണ്ടക്കുഴൽ എന്നാണ് കേട്ടോ പറയാം. ഭയങ്കര യമ്മി ആയിട്ടൊരു സംഭവമാണ്. അപ്പം ഞാൻ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ അവിടെ കണ്ടിട്ട് നൊസ്റ്റു അടിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണിത്. ഞങ്ങൾ കാറിലിരുന്ന് ഫുൾ ഓഫ് സൺസെറ്റൊക്കെ ഞാൻ കണ്ടു. ഞാനല്ല, ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ ഒരു റഷൊന്നും ഫീൽ ചെയ്യില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് സൺസെറ്റും കാര്യങ്ങളും ഒക്കെ കണ്ട് പതുക്കെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ചാച്ചാ.